ഓക്കെ മേഡം, അപ്പം നമുക്ക് ഇനി ഡൈനിങ് ഹാൾ കണ്ടു, നമ്മൾ കിച്ചൺ കണ്ടു, ഇനി നമുക്ക് ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമ്മൾ ഈ സെയിം ടൈൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഇതിന്റെ വാളിലൊക്കെ അത് നിങ്ങൾ വാൾപേപ്പർ ആണോ അതോ ടെക്സ്റ്റ്? വാൾപേപ്പർ ആണ്. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു സെറ്റപ്പ്, നമുക്ക് ഇരിക്കാനും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കാഴ്ച കാണാനും ഒക്കെ മനോഹരമായിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ശരിക്ക് നമ്മൾ ബെഡ്റൂമിന്റെ അകത്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ വാഷ് ബേസിന്റെ കൗണ്ടർ ഇവിടെയാണുള്ളത്. വാഷ് ബേസിന്റെ കൗണ്ടറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടൈല് ഡ്യൂറാടെക്കിന്റെ കജാരിയ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഡ്യൂറാടെക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കജാരിയുടെ തന്നെ കെറോവിറ്റിന്റെ വാഷ് ബേസിനാണ് അവർ യൂസ് ചെയ്തത്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ബെഡ്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇതും നേരത്തെ നമ്മൾ ഇത് വാൾപേപ്പർ ആണ്. ഓ ഓക്കെ. അതുപോലെ തന്നെ സെയിം ടൈൽ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ്. പിന്നെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പൊ ഇനി മൂന്നാമത്തെ ബെഡ്റൂം അപ്പുറത്താണ്. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ ബെഡ്റൂം. നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ മുറി, രണ്ടാമത്തെ മുറി, മൂന്നാമത്തെ മുറി. ഇതാണ് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ആയിട്ടുള്ളത്. ചുമര് നമ്മള് ഇതുപോലെ തന്നെ വാൾപേപ്പർ ആണ്. ചുമരില് വാൾപേപ്പർ വെച്ചിട്ടുണ്ട്. വേറെ എല്ലാ മുറികളിലും വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചസ് ഒക്കെ വെച്ചിരിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ടില് വേണമെങ്കിൽ നമുക്ക് കിഴക്കോട്ടും ഇടാം, തെക്കോട്ടും ഇടാം. അതായത് നമുക്ക് കുറച്ചു നേരം കിഴക്കോട്ട് തല വെച്ച് കിടന്നിട്ട് ഇത്തിരി മടുത്തു, ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തെക്കോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ് സ്വിച്ചസ് എല്ലാം വെച്ചിരിക്കുന്നത്. അതെ, ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്നൊരു മാറ്റത്തിന് വേണ്ടി ചെയ്യുമല്ലോ. അപ്പൊ ഈ സ്വിച്ചസ് എല്ലാ റൂമിലും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതും അനുവേട്ടന്റെ ഐഡിയ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാനും ഇങ്ങോട്ട്, അപ്പൊ സ്വിച്ച് ദൂരെ ആവില്ല, എപ്പോഴും കിടക്കട അടുത്ത് തന്നെയായിരിക്കും സ്വിച്ച്. അങ്ങോട്ട് ഇട്ടാലും ഇങ്ങോട്ട് എല്ലാം ഇട്ടാലും കറക്റ്റ് ആയിട്ടും ഉണ്ടാവുക.